ഒരു ദിവസം ധനപാലൻ ഈ തേങ്ങ മോട്ടിക്കുന്നതിനിടയ്ക്ക് നോർമലായിട്ട് വഞ്ചി ഒന്ന് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു. വഞ്ചി കാണിക്ക നമ്മളവിടെ വഞ്ചി എന്ന് പറയുന്നത് കാണിക്ക വഞ്ചി കുത്തിപ്പൊടിച്ചിട്ട് അതിനകത്തിലെ നോട്ടുകൾ മൊത്തം ഒഞ്ഞ് കൊണ്ടുവന്നു. പിറ്റേ ദിവസം ആൾക്കാർ പിടിച്ചപ്പോൾ പറയുന്നത് എന്താ അറിയോ, ഈ നോട്ട് അതിനകത്ത് തിങ്ങിയിരിക്കുന്നതുകൊണ്ട് മറ്റേ ആൾക്കാർക്ക് ചില്ലറ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റിയതാണ്. നമ്മുടെ അവിടെ കാണിക്ക വഞ്ചിയുടെ മുകളിലൊരു ഭദ്രകാളിയുടെ പടമുണ്ട്. 16 കയ്യുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണിക്ക വഞ്ചിയുടെ ആ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതിൽ തന്നെ ഒരു ഭദ്രകാളിയുണ്ട്. അപ്പം ഒരു ദിനമണി എന്ന് പറഞ്ഞൊരു ടൈലറുണ്ട്. അപ്പോൾ പുള്ളി അമ്പലത്തിൽ കൊണ്ടിടയ്ക്ക് തിരിച്ചു വന്നിട്ട് കാണിക്ക വഞ്ചിയുടെ അടുത്തുകൂടി ഇങ്ങനെ ഭയങ്കര പമ്മി നടന്നിട്ടൊക്കെ ഒരു നോട്ടമൊക്കെ. അപ്പം അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞ് ദിനമണി എന്നെ കാണിക്കുന്ന പുള്ളി വഞ്ചി മുട്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ, അതിൻ്റെ അടുത്തുനിന്ന് മാറണല്ലോ, ചുറ്റും നടക്കണ്ട, 2 ദിവസമായിട്ട് ചുറ്റും നടക്കണ്ടല്ലോ. ഇനി പതുക്കെ ദിനമണിച്ചേട്ടനെ പിടിച്ച് ദിനമണിച്ചേട്ടൻ ഇങ്ങനെ ഭദ്രകാളിയുടെ ബാക്കിൽ ഇങ്ങനെ നോക്കിക്കോരുന്നു. ദിനമണി എന്നെ ഇവിടെ നിൽക്കണം, എന്താ നോക്കണം എന്നാ പുള്ളി. അതല്ലെന്നേ, ഈ ബ്ലൗസ് എങ്ങനെ തയ്ക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല എന്ന്. 16 കൈയുള്ള ബ്ലൗസ് പുള്ളിക്ക് ഒരു രീതിക്ക് മനസ്സിലാവുന്നില്ല, തയ്ക്കുന്നത് എങ്ങനെയാണ്. അതുപോലെ ഈ ധനപാലൻ വേറൊരു പരിപാടികൾ കാണിക്കും. ഈ ധനപാലൻ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ദേവിയൊക്കെ ഇരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഇറമ്പിക്കട നടന്നു പോകുന്ന കൂട്ടത്തിൽ പറയും, ദേവി എനിക്കൊരു 100 രൂപ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു 100 രൂപ കളഞ്ഞു കിട്ടണേ, 50 രൂപ ഞാനങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഈ ധനപാലൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് തിരിയുകയും 50 രൂപ കിടക്കുന്നു. 50 രൂപ അടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് തിരിഞ്ഞ് ഇന്ന് ദേവിയെ നോക്കി ധനപാലൻ പറയുക, ചുമ്മാ തമാശ ഞാൻ പറഞ്ഞത്, അപ്പോഴത്തെ 50 അങ്ങ് എടുത്തു. അങ്ങനെ ഈ ധനപാലന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സുരേഷ് രക്ഷപ്പെടുത്തി കറക്കി കൊണ്ടുപോയ ഈ കള്ളനല്ലേ, കള്ളനെ പിറ്റേ ദിവസം ക്യാമ്പിൽ നിന്ന് പിടിച്ചു. പെണ്ണുങ്ങളുടെ ഇടയിൽ നൈറ്റ് കിട്ടുകൊണ്ട് കിടക്കുമായിരുന്നു. ഈ കള്ളനെ പിടിച്ചു, പെണ്ണുങ്ങളുടെ ഇടയിൽ നൈറ്റ് കിട്ടുകൊണ്ട് എന്തിനാ കിടന്നേ, എടാ തുണിയൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ നൈറ്റിയാണ്, എന്നാൽ പിന്നെ ആണുങ്ങളുടെ ഇടയിൽ ഇപ്പോൾ കിടക്കത്തില്ലായിരുന്നു. എന്താ വിശ്വസിച്ച് ഞാൻ നൈറ്റ് കിട്ടുന്ന ആണുങ്ങളുടെ ഇടയിൽ കയറി കിടക്കുന്നു. ഒരു ബസ്, ഒരു KSRTC ബസ് അവൻ്റേതാണ്. വർഷങ്ങൾ കൊണ്ട് അവൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവന് കിട്ടാനുള്ള ബാലൻസ് ഉണ്ട്. ഈ 50 പൈസ 1 രൂപയൊക്കെയായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഒരു ദിവസം അവന് പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തിന് വരുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തില്ല. ചങ്ങനാശ്ശേരി വെച്ച് കണ്ടക്ടർ വെച്ച് എവിടെ പോവാ, എറണാകുളം വരെ പോവാ, ആ ടിക്കറ്റ് എടുക്കാൻ എന്താ, ഞാൻ എടുക്കത്തില്ല. അതെന്താ എടോ, ഇത്രയും വർഷം കൊണ്ട് ഞാൻ തരുന്നതിൻ്റെ ബാലൻസ് നിങ്ങൾ തരാനുള്ള പൈസ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എൻ്റെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ സുരേഷിനെ ഞാൻ പത്തനംതിട്ട ടൗണിൽ വെച്ച് കണ്ടുപിട്ടു. സുരേഷ് ഭയങ്കര അവശനായി, കൈയുടെ നഖമൊക്കെ കരിമ്പ് തിന്നുന്ന പോലെ ഞാൻ കടിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ്, ടെൻഷനാണ്. സുരേഷിനെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? അച്ഛനൊക്കെ തീരെ സുഖമില്ലാതായി, കൈ പൈസ ഒന്നുമില്ലടാ, 12,000 രൂപ എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷാണ് ഞാൻ പറഞ്ഞു, നിനക്ക് വല്ല പണിക്കും പോകരുതോ? സുരേഷ് പറഞ്ഞു, എനിക്ക് സർക്കാർ ഉദ്യോഗമായിരുന്നു വലിയ ആഗ്രഹം, പക്ഷേ എനിക്ക് കിട്ടിയില്ലടാ. ഓ, സൗന്ദര്യമോ ഇല്ലാത്തതിൻ്റെ ആയിരിക്കും എനിക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയില്ല. അടാ സൗന്ദര്യത്തിനല്ല, അത് പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ പണ്ട് പഠിക്കുമായിരുന്നടാ, പക്ഷേ സാറുമാർ എനിക്ക് മുട്ടയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേടാ, സാറുമാർ നിനക്ക് മുട്ടയല്ല തന്നുകൊണ്ടിരുന്നത്, അവർ വട്ടം വരച്ച് കാണിക്കുമായിരുന്നു. പഠിക്കാതെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നീ വട്ടം കറങ്ങി നടക്കുമെന്നുള്ളൊരു സിഗ്നലാണ് സാറുമാർ ആ വരച്ച് കാണിച്ചതെന്നാണ്.